ശ്രീ ലാൽകുമാർ, ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ വന്നിട്ട് പറയുകയാണ് ഞാൻ CPM-നെ പറ്റി മിണ്ടില്ല. ഇതെന്താണ്? രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം പറയണം, ഒരാളെ പറ്റി മിണ്ടില്ല എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതാവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിന്നുകൂടാ. ശ്രീ ലാൽകുമാറിന്റെ പ്രതികരണം എന്താണ്? അല്ല, അത് എനിക്ക് വളരെ കൗതുകം തോന്നി. കാര്യം ഒരു വിശാല ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെന്റ് ഇവിടെ ഉണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ചേർന്ന് നിന്ന് ഞാൻ ഇന്നയാളെ പറ്റി മിണ്ടില്ല എന്ന് രാഷ്ട്രീയ നേതാവ് പറയാൻ കഴിയുമോ? അതും തെരഞ്ഞെടുപ്പ് പോലെ പറ്റില്ലെന്ന് തന്നെ വിശ്വസിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നുണ്ട്, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പരമാവധി ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ കൊല്ലുക എന്നുള്ളതാണ്. അതാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ നിന്ന് നിൽക്കുന്നവരെ അല്ലെ ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെന്റ് കൂട്ടത്തിൽ നിലകൊള്ളുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്യുക. ആ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കെതിരെ പറയില്ല. ശ്രീ വി വി രാജേഷ്, ഇവിടെ രാഹുൽ ഗാന്ധി നിങ്ങളെയാണ് കടന്നാക്രമിച്ചിരിക്കുന്നത്, എന്നാൽ CPM-നെ പുകഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ക്ഷീണം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ രാഹുലിനോട് കടപ്പെട്ടിരിക്കുന്നു? കാരണം കേരളത്തിലും രാഹുലിന്റെ കണ്ണിൽ നിങ്ങളാണ് മുഖ്യ ശത്രു എന്ന പദവി അലങ്കരിക്കുന്നത് രാജേഷ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കരുതാൻ കഴിയുന്നതിനേക്കാൾ വലിയ ശക്തി കേരളത്തിലുണ്ട് എന്ന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വിലയിരുത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വേണു, ഞങ്ങൾ കേരളത്തിൽ ആഗ്രഹിച്ചിരുന്ന, കേരള ജനത പ്രതീക്ഷിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ സംഭവിച്ചു. ഇന്ന് ഈ പ്രസംഗത്തിലൂടെ സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലും ദേശീയ തലത്തിലെ പോലെ തന്നെ NDAയും UPAയും തമ്മിലാണ് മത്സരം. ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഭരണത്തിലുണ്ടെങ്കിലും അവരൊരു നെഗ്ലിജിബിൾ ഫാക്ടറാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. മാത്രവുമല്ല, ഡൽഹിയിൽ മാത്രമല്ല വയനാട്ടിൽ പോലും രാഹുൽ LDFന്റെ വോട്ട് പ്രതീക്ഷിക്കുകയാണ്. LDFന്റെ വോട്ട് കൂടി വയനാട്ടിൽ കൂടി പ്രതീക്ഷിക്കാൻ രാഹുൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതിലൂടെ കോൺഗ്രസിന്റെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് രാഹുൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചോദ്യം, ഇത് ഒരു നോമിനേറ്റഡ് പദവി പോലെയാണ് അദ്ദേഹം കാണുന്നത്. എന്നെ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ അനുവദിച്ചതിൽ എനിക്ക് ആദരമുണ്ട്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് അവരുടെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതൊക്കെ എന്താണ്? മത്സരിച്ച് ജയിക്കേണ്ട ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാൻഡിഡേറ്റ് പറയുകയാണെന്ന് മാത്രമല്ല, അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറയുമ്പോൾ പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസുകാരാകട്ടെ മാർക്സിസ്റ്റുകാരാകട്ടെ ആരുമാകട്ടെ ഇവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതെന്ത് തെരഞ്ഞെടുപ്പ് നടപടിയാണ്? തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ പോലും താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2004 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് പിന്നെ LDF UPA പ്രൊട്ടക്ട് ചെയ്തില്ലേ, സംരക്ഷിച്ചുകൊണ്ടല്ലേ സംസാരിച്ചത്, പിന്തുണ നൽകില്ലേ? ഇവിടെ മത്സരിക്കാതെയാണ്, ഇവിടെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2006 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവിടെ പിന്തുണ കൊടുക്കുമ്പോൾ പോലും ഇവിടെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇപ്പോ കോൺഗ്രസിനെ ഏറ്റുമുട്ടുന്നില്ലെന്ന് പറയുന്നു. ഇവിടെ ഏറ്റുമുട്ടുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ ഞങ്ങൾ ഏറ്റുമുട്ടുന്നുണ്ടല്ലേ? അല്ല, ഞങ്ങളും എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അതിനെക്കുറിച്ച് താങ്കൾ പറയുന്നത് ദേശീയ തലത്തിൽ ഒരു ദേശീയ നേതാവ് ഇടപെടുമ്പോൾ അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ട് നോക്കൂ, ഇതിനേക്കാൾ ഗൗരവതരമായി കാര്യങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെട്ട ഒരാളാണ് നരേന്ദ്രമോദി. ഓരോ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹം അജണ്ട നിശ്ചയിക്കുന്നു. ഇപ്പോ കശ്മീരിൽ പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ് അബ്ദുള്ളമാരുടെയും മുഫ്തിമാരുടെയും കുടുംബ ഭരണം അവിടെ അവസാനിപ്പിക്കും. രണ്ടു കൂട്ടരുമായും സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്ന പാർട്ടിയാണത്. അദ്ദേഹത്തിന്റെ കാലത്തല്ല 95-ൽ, എങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് PDP-യുമായി സഖ്യം 2015-ൽ. അപ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന എല്ലാ പ്രാരാബ്ദങ്ങളും ഉള്ളപ്പോഴും അജണ്ട നിശ്ചയിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യൻ അജണ്ട നിശ്ചയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള അജണ്ട എടുത്തോണ്ട് പോവുകയുമാണ്. എനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ ഞാൻ വേണു പറഞ്ഞതിനോട് ഒരു ഭാഗികമായി ഞാൻ യോജിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും രണ്ടാമതൊരു കാര്യത്തിനകത്ത്, അതായത് ഈ സഖ്യത്തിനെ കുറിച്ച് ഇപ്പോഴും ഒരു ബോധ്യമില്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. കോൺഗ്രസ് ഇപ്പോഴും ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വരേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യതയില്ല. ആ കൃത്യതയില്ലായ്മയാണ് ഈ റിഫ്ലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്, നിങ്ങളെ പിന്നെ ത്രിപുരയിലും ബംഗാളിലും പിന്നെ എതിർക്കുന്ന ഒരു പാർട്ടി BJP-യെ പോലെ തന്നെ CPM-നെ അവിടെ എതിർക്കുന്നുണ്ട്. അതേ പോർഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലുള്ള ഈ ഡിലമ എന്താണെന്നുള്ളതാണ് അത് ഇവർക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. ഇവരിപ്പോഴും ഇവരുടെ മുഖ്യ ശത്രുവായിട്ട് അവർ ഫൈറ്റ് ചെയ്ത്